എന്നാ സദ്യയായിരുന്നടാ പച്ചടി ഇഷ്ടപ്പെട്ടു. പച്ചടി എന്തോ പോലെ ആ സാമ്പാർ കഴിച്ചിട്ട് എന്തോ സാമ്പാറില് രമ്യ പറഞ്ഞ സാമ്പാറില് ഇങ്ങനെ മറ്റേ മോഹൻലാൽ കായല് പോലെ എന്റെ ഞാൻ പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരരുതെന്ന് ഞാൻ പറഞ്ഞു. ഒരു കുറവില്ലായിരുന്നു. സൂപ്പർ സൂപ്പർ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം നിങ്ങളെല്ലാം കൂടെ കണ്ടോണ്ട് അല്ല സിനിമയിലൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഞാനല്ല ഇവരൊക്കെ. അപ്പൊ ഇല്ലല്ലോ അത് പക്ഷെ പഠിക്കാം. രമ്യ ശരിക്കും പറഞ്ഞാൽ വിക്രം തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രം സിനിമയിൽ വിളിച്ചിട്ട് നായിട്ട് വിളിച്ചിട്ട് പോകാത്തൊരു കക്ഷിയാണ്. അക്രമം കാണിച്ചു കാണുമായിരിക്കും. അയ്യോ അക്രമം പക്ഷെ രമ്യയുടെ ശുക്രൻ അതല്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ സിനിമയിൽ പോണം അല്ലെ, നിങ്ങളും സിനിമയിൽ അഭിനയം. അപ്പൊ ഞാൻ ഒരു പ്ലാൻ, ഞാൻ കുറച്ച് ആക്ടിങ്ങിന്റെ കുറച്ച് സാധനങ്ങൾ പഠിപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല കോമഡി ഒക്കെ ചെയ്ത് ഇവര് 3 പേരും നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പഠിപ്പിച്ചിട്ട് വേണം അവർ അഭിനയിക്കാൻ. എന്നാലും എന്റെ കയ്യിൽ കുറെ ടെക്നിക്സും സാധനങ്ങളും സംഭവമുണ്ട്. നമ്മളെല്ലാം കാര്യം നമുക്ക് നോക്കാം. എന്താണേലും പാട്ടൊരു ചൊല്ലുണ്ട്, പടുപാട്ട് പാടാത്ത കഴുതയുണ്ടോ എന്ന് പറഞ്ഞിട്ട്. എനിക്കിട്ടുള്ളതാണോ ഞാൻ ചിലപ്പോ സ്വയം പുകഴ്ത്താറുണ്ട്. എന്താണ് ഷാബായി പറയാൻ? അല്ല ഞാൻ ഒരു ഞൊണ്ടി നടക്കുന്നു. അത് പൈസ നടന്നാ പോരായിരുന്നു. ഇങ്ങനെ കണ്ടോ, എന്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയുണ്ടോ? അല്ല ഇതാണ് അഭിനയം. അറിയാം കണ്ടോ. അപ്പൊ ഞാൻ എന്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആയുണ്ടോ ടോട്ടലി? നോട്ട് ചെയ്തേ. ഒരു മിനിറ്റ്. ഓക്കെ, സമ്മതിച്ച് ഞൊണ്ടി കാണിച്ച് ബോഡി ലാംഗ്വേജ് ഒക്കെ സമ്മതിച്ച് ചേഞ്ച് ആക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻ നല്ല അടിപൊളിയായിരുന്നു. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 8 സിനിമ. എത്ര? 8. കുട്ടിക്കലോ ഞാൻ 25 സിനിമയിൽ അഭിനയിച്ചു. സിനിമയിലോ? 25 സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ് അഭിനയം പഠിപ്പിക്കുന്നത്. 25 സിനിമയിൽ അഭിനയിച്ചു മാത്രമേ ഉള്ളൂ. അഭിനയം പഠിച്ചിട്ടില്ല. 5 പോലും മര്യാദക്ക് അഭിനയിച്ചിട്ടില്ല. അത് വേറെ സംഭവമുണ്ട്. തമ്പി കണ്ണന്താനം, ലാൽ ജോസ്, നമ്മുടെ ജിത്തു ജോസഫ്, സിബിമലയില് ഇവരുടെ ഒക്കെ കൂടെ അഭിനയിക്കാനുള്ള ധീരത കാണിച്ച ആളാണ് ഞാൻ. അവരൊക്കെ എന്നിട്ട് ജീവനോടെ വിട്ടു എന്നുള്ളതാണ് എന്നെ അവിടുന്ന്. അല്ല, ജയേട്ടൻ 25 സിനിമയില്, സാബുചേട്ടൻ 8-9. പക്ഷെ അത് 25ന്റെ ഇരട്ടി ഗുണം ചെയ്യും. 8 ഞാനൊരു 10-12 ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഒരു 18ാമത്തെ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമ അഭിനയത്തിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബിഹേവിയർ. എന്തായാലും പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. നിങ്ങൾ മാറിക്കോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല എന്നാലും ഒന്ന് കാണട്ടെ. ആക്ടിങ് ഈസ് ലൈക്ക് ബിഹേവിങ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ നമ്മുടെ ശരീരഭാഷ ഉപയോഗിച്ച് വേണം ഈ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പൊ ശരീരഭാഷയുടെ കൂടെ നമ്മളെ മുഖത്തെ എക്സ്പ്രഷൻസ് പോവാണ്. ലാവന്മാരുണ്ട്, അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം ഇവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. എവിടെ ആദ്യമായിട്ട് കാണുന്ന പുതിയ സിനിമാ വിശേഷങ്ങൾ. ഞാൻ ചോദിക്കട്ടാ, ചാക്കോ മാഷാണോ മറ്റേ ആട് തോമസ് സിനിമ? ഒറ്റക്കാലണ ഓട്ടക്കാലം. ഇനി ഇത് പ്രൊഡ്യൂസർ മനഃപൂർവ്വം തന്നെ ചേട്ടാ ഇതും കൊണ്ട് എവിടെയെങ്കിലും പോയി നട്ടോണ്ടിരി. അപ്പോഴത്തേന് പ്രോഗ്രാം പരിപാടി കഴിയും. അടുത്ത ഓണത്തിന് ഇത് കൊലച്ചിരിക്കുകയും ചെയ്യും. എവിടെ മനസ്സിലായോ? എന്റെ നെഞ്ചില് പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തിനുണ്ടോ? ലാസ്റ്റ് റിലീസ് കഠിന കടവരം. റിലീസിന്റെ കഥയൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ സൂര്യ ടി വി തന്നെ വരുന്നൊരു സിനിമ ഉണ്ടല്ലോ, കക്ഷി അമ്മിണിപ്പിള്ള. രഞ്ജിതയുടെ ശരിക്കും എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 10-25 സിനിമയിലുണ്ട്. പക്ഷെ കണ്ണു നട്ട് നോക്കിയിരിക്കണം ഇങ്ങനെ. ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് പോയി കഴിഞ്ഞാൽ പാസിംഗ് ഷോട്ട് അങ്ങ് നഷ്ടപ്പെടും. 10-25 ഇവിടെ എനിക്ക് തോന്നുന്നു 15ഓളം സിനിമ. അത്രയൊന്നും ഇല്ല, 8-9 സിനിമ. 8-9 സിനിമ ഏതല്ലേ? വാണിക്കണ്ട് ചേട്ടൻ്റെ അടുത്ത് പിന്നെ ചോദിക്കണം. വിശേഷം എന്ത്? സിനിമ സദ്യ കഴിഞ്ഞിട്ട്
സിനിമാ വിശേഷം അത് പറഞ്ഞപ്പോ സാബു എത്ര സിനിമയില് അത് പ്രസക്തിയില്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ 10-25 അഭിനയിച്ചു, പാസിംഗ് ഷോട്ടാണ് എല്ലാം. അത് ആക്ച്വലി ആക്ടിങ് ഈസ് ബിഹേവിങ്, അങ്ങനെയാണ് മനസ്സിലായത്. തിയററ്റിക്കലി കൂടെ നമ്മൾ നോക്കണം എപ്പോഴും. നമ്മൾ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ചേട്ടാ എടാ അപ്പൊ നീ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോ ഞാൻ ചില സാധനങ്ങൾ നിനക്ക് നമ്മൾ തൃശ്ശൂർ വരച്ച് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് കുറച്ച് സാധനം ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതിൽ ചേട്ടി ഇവർക്കും എല്ലാം ഇട്ട് കൊടുക്കും. എനിക്ക് സിനിമ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ സിനിമയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബോഡി ലാംഗ്വേജ് ആണ് ഇതിന്റെ മെയിൻ സാധനം. അതായത് ആക്ടിങ് ഈസ് റിയാക്ഷൻ, ബിഹേവ് യുവർസെൽഫ് ക്ലാസ്. അഭിനയം എന്ന് തോന്നരുത്, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സാധനം. അത്ര ആർട്ടിഫിഷ്യൽ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം സാധനം. അപ്പൊ ഇപ്പൊ എന്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കാല് മുടന്തുള്ള ഒരു യുവാവ് എന്ന് പറയുമ്പോ ഒരു 27 years. എക്സ്ക്യൂസ് മീ യുവാവ്, ഇതൊക്കെ ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ കുട്ടീനോടോ? 10-20 സിനിമ ചെയ്ത ഒരാളാണ്. ഒരു 7-8 സിനിമ ഹീറോയിനും ഒക്കെ ആയിട്ട്. പിന്നെ ലീഡ് റോളിൽ ചെയ്ത ആൾക്കാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ. ആണോ? ഇനിയെന്താ? ഇല്ല, ഞാൻ ഇല്ല. സിനിമയിൽ അഭിനയിച്ചു, അഭിനയം നിർത്തി. സിനിമയില് അഭിനയിച്ചു. പോച്ച വിളിക്കാൻ വന്നത് ഇവിടെ. ചേട്ടാ കിണറ്റി ചാടുന്ന ഒരു യുവാവിന്റെ അഭിനയം എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും? എടാ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ ഓസ്കാറിൽ പോയ സിനിമയില് അഭിനയിച്ച ആളാണ്. ഓസ്കാർ കാണിച്ചില്ല, ഇന്ത്യയുടെ നോമിനേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ എന്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? സാഹിബന്മാര് ഇന്ന് എണീറ്റ് കൈ അടിച്ചിട്ട് ചോദിച്ചു പയ്യ ശരിക്കും എന്റെ സാധനം ഉണ്ട്. നാശേ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആക്ടിങ് ഈസ് ബിഹേവിംഗ്. എന്താണ് തിയറി? അപ്പൊ അതില് ഒരു മുടന്തുള്ള ഒരു ചെറുപ്പക്കാരൻ നടക്കുന്നു. നീ ബോഡി ലാംഗ്വേജ് നോക്കണം, കണ്ടോ? ഇങ്ങനെ 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 നടക്കണം. നടന്നിട്ട് അവിടെ ചെന്ന് കാണിക്കാമോ ചോദിച്ചവര്, അവിടെ ചെന്ന് കാണിക്കാമോ ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ ചാടിച്ചാവും. എന്റെ ശരിക്കും അവനെ അറിയാവിടെ. എന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വേറെ ഉണ്ട്. ഒരു ഈ കൈ മുറിഞ്ഞു പോയ ഒരു യുവാവിന്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു. ചേട്ടാ ജീവിതത്തിലെ അഭിപ്രായങ്ങളോട് മുടന്തൻ ന്യായങ്ങൾ പറയുന്ന ഒരു യുവാവിന്റെ അല്ല, വേറെ എന്റെ ഒരു സാധനമാണ്. അതായത് ഒരു ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഒരു വണ്ടി ഇങ്ങനെ വന്നിട്ട് അവന്റെ ഗേൾ ഫ്രണ്ട് ഇടിച്ചു വീഴുന്നു. അപ്പൊ അവന്റെ റിയാക്ഷൻ നീ നോക്കണം, ഫേസിൽ. അപ്പം ഈ കിടക്കുകയാണ്. ഇപ്പൊ വണ്ടി ഇടിക്കാൻ പോകുമ്പോ ഒരു റിയാക്ഷൻ കൊടുക്കണം. അതിങ്ങനെ ഇപ്പൊ നമ്മൾ കാണാണ് വണ്ടി ഇങ്ങനെ വരുന്നു, വണ്ടി വരുന്നു, വണ്ടി കൈ ഇങ്ങനെ കൊണ്ട് വരല്ലേ എന്ന് പറയണം. ഇനി അടുത്ത വണ്ടി ഇടിക്കാൻ പോണു. ഇടിച്ച് കഴിഞ്ഞ് താഴെ വീണ് ഇടിച്ച് വീണ്. എനിക്ക് ഈ ഓണത്തോടെ എന്റെ കഷ്ടകാലം മാറുമെന്നാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. ഇതിലൂടെ തീരട്ടെ. ഇതിലൂടെ എന്ത് വരാം? ഒന്നുകൂടെ കര. സ്റ്റുഡൻസിന് താല്പര്യം വേണം, പഠിക്കാനുള്ള. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. അതായത് വണ്ടി ഇടിക്കുമ്പോഴേ എന്തോ ഒരു മനുഷ്യനും കാണത്തില്ല ഇടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വണ്ടി ഇടിക്കുമ്പോഴേ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാം. ലാശേട്ടാ, സൂര്യക്കാരെല്ലാവരും അവിടെ ഒരുമിച്ച് ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ. ഈ അവിടെ നിക്കാൻ വയ്യ. അഭിനയ കുലപതികൾ വന്ന് ചാടിയിട്ട് നമ്മുടെ പഴയ ആ ഒരു ഗാങ്ങിനൊക്കെ മിസ് ചെയ്യുന്നില്ലേ ഇപ്പൊ ഓർക്കുമ്പോ? സത്യം മോള് ആരെങ്കിലുമായിട്ടൊക്കെ കണക്ഷൻ? ഐ വുഡ് ലൈക്ക് ടു, പക്ഷെ ഇപ്പൊ കുറെ ആയില്ല. എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എല്ലാരും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് പറഞ്ഞപ്പോഴേ എനിക്കൊന്ന് കിരൺ ടിവിന്ന് എനിക്കൊന്ന് ഇപ്പോഴും പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. നാശേട്ടനൊക്കെ ഇടയ്ക്ക് ഒരു ഷോയിന് കണ്ടു, പക്ഷെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓണല്ലോ. എനിക്കറിയത്തില്ല, എനിക്ക് പറ്റുന്ന ഷോസ് ഒന്നും ആരും തരാത്തോണ്ടായിരിക്കണം. അതോ പണ്ട് അങ്ങനത്തെ ഒരു ഷോ ചെയ്ത് പോയത് കൊണ്ട് പീപ്പിൾ മൈറ്റ് തിങ്ക് ദാറ്റ് വേറൊരു ജോണറിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ വല്ല ആയിട്ടുണ്ടാവും? എനിക്കറിഞ്ഞൂടെ, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം ഓക്കെ. ഓണത്തിന് മറ്റേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫേഴ്സ് വന്നിരുന്നോ? അത് വന്നായിരുന്നു മോളെ, പക്ഷെ I did a couple of shows also, but it didn't hit to the mark, to be sure. I don't know, let's see. ഒരു തരംഗമായിരുന്നു നാശേട്ടനും ചാനലും അല്ലെ? എല്ലാരും നമ്മളെല്ലാരും ഒരു രസമുള്ളൊരു ഫാമിലി ആയിരുന്നു. തരംഗത്തിന്റെ ഫാമിലി. നമുക്ക് ഫാൻസ് ഇപ്പം നമ്മൾ പറഞ്ഞ ചിലപ്പോ കളിയാക്കുമെങ്കിലും ഐ വുഡ് സേ സംതിങ്, നമ്മള്
വോയിസ്, അതായത് കോളേഴ്സിന്റെ വോയിസിലൂടെ നമ്മൾ അവരാരാന്ന് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ ഗെറ്റ് കോൾസ്. ഇപ്പോഴും എന്നെ പണ്ട് വിളിക്കുന്ന ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഏതെങ്കിലും ഒരാളുടെ പേര് പറയണേ ബാക്കിയുള്ളവരുടെ പേര് മിസ്സായി പോകും. അതുകൊണ്ട് ഞാൻ ആരുടെ പേര് അതെ, എക്സാക്ട്ലി. പിന്നെ മെസ്സേജ് അയക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ മെസ്സേജിൽ നിന്ന് കുറെ പേരെ നമ്മൾ തിരിച്ചറിയാം. അതെ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മെസ്സേജിങ്ങിന്റെ പരിപാടി ഉണ്ടായിരുന്ന സമയത്തല്ല. ഇപ്പൊ പിന്നെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ബ്രേക്ക് ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. ചെറിയൊരു ബ്രേക്ക് എടുത്തു. പക്ഷേ ഐ വാസ് ബിസി വിത്ത് സം അതർ തിങ്സ്. ഐ വാസ് അബ്രോഡ് ഫോർ സം ടൈം. അതിനുശേഷം തിരിച്ചു വന്നു. നൗ ഐ ഹാവ് എ സ്മോൾ കൈൻഡ് ഓഫ് ബിസിനസ് കൈൻഡ് ഓഫ് തിങ്. ഐ മീൻ ടു റെസ്റ്റോറന്റ്. വിഷമം തോന്നിയിട്ടില്ലയോ? പിന്നെ ഉറപ്പല്ലേ, ഐ എം സപ്പോസ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് പീപ്പിൾ ആർ സപ്പോസ് ടു ടോക്ക് ടു മീ എന്നുള്ള അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. സന്തോഷം, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ലൈക്ക് ദിസ് സംസാരിക്കുക എന്നുള്ളത്. അത് കിട്ടാതായപ്പോ പിന്നെ സിനിമ ട്രൈ ചെയ്തിരുന്നു. ചൂസ് ചെയ്യായിരുന്നു അവർ, ഞാനല്ല, അവർ ചൂസ് ചെയ്യായിരുന്നു. അതുകൊണ്ട് അപ്പം അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നടക്കും. സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വരുമല്ലോ. അഭിനയ കുലപതി ഇരിക്കും. അത് പറഞ്ഞപ്പോഴാണ് സാബു ചേട്ടനും എനിക്ക് തോന്നുന്നു വലിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇല്ല സാബു ചേട്ടാ, നമ്മള് വെറുതെ ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ സംസാരിച്ചു പോവായിരുന്നു. അപ്പൊ ഒരു ബ്രേക്ക് എന്നുള്ള ഒരു സാധനം വന്നു. ആ ബ്രേക്ക് അല്ല, നമ്മുടെ കരിയറിൽ ഉണ്ടാവില്ലേ. സാബു ചേട്ടനും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഇടയ്ക്ക് പോയി മുങ്ങി. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് നശിച്ചു പോണെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് സൗദി അറേബ്യ കയറ്റി വിട്ടു. എന്നിട്ട് അവിടെ പോയിട്ട് പണിയൊക്കെ എടുത്തു. അപ്പൊ എനിക്കൊരു ജോലി കിട്ടി സ്വിസ് എയർലൈൻസിൽ. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞ് സ്വിസ്സിനെ ലുഫ്താൻസ ജർമ്മൻ എയർലൈൻസ് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പം അവന്മാര് എന്നെ പോണ്ട, ഇവിടോട്ട് കയറിക്കോളാൻ പറഞ്ഞു ലുഫ്താൻസയിലേക്ക്. കാരണം ഞാൻ നല്ല സെയിൽസ്മാനാണ്. അപ്പം അവിടുത്തെ മാഗസിനിലൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട് എന്റെ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ജോലി രാജിവെച്ചു. രാജിവെച്ചെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലുഫ്താൻസന്ന് കിട്ടിയ ഒരു ജോലി റിസൈൻ ചെയ്യുന്ന ലോകത്ത് ആദ്യത്തെ അവസാനത്തെ ആള് ഞാനായിരിക്കും. കാര്യം അത്രയും കിട്ടുന്ന കമ്പനിയാണ്. പക്ഷെ എനിക്ക് മനസ്സിൽ എനിക്കൊരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടാക്കണമെന്ന് ചിന്ത വന്നു. അങ്ങനെ അപ്പൊ എനിക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോർ ഉണ്ടാക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അതിനൊക്കെ പൈസ ഇല്ലായിരുന്നു. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരണ്ടേ. അതിലൊരു രസമില്ല, റിസ്ക് വേണം. അത് അങ്ങനെയാണ് റിസ്ക് എടുത്ത് വന്ന് അത് നടന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ വീണ്ടും എന്നെ അന്ന് മതിൽ ചാരിയിരുന്നപ്പോ എന്റെ അടുത്ത് വന്ന് ചോദിച്ച ആളില്ലേ, അയാൾ പിന്നെ എന്റെ അടുത്ത് ചോദിച്ച് ഒരു പരിപാടി കൊണ്ട് കയറുന്നു. അങ്ങനെ വീണ്ടും കയറി. ഇപ്പൊ എത്ര വർഷമായി എനിക്ക് തോന്നുന്നു, ഇപ്പൊ 6-7 വർഷമായിട്ട് വീണ്ടും സജീവമായിട്ട്. നമ്മള് കാണുന്ന പോലെയൊന്നുമല്ല സാബുണ്ണൻ അല്ലേ. തരികിട സാബു എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ രസമുണ്ട്. ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേരില്ലേ, അപ്പൊ ഈ ന്യൂജൻ പിള്ളേർക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം അറിയില്ല. കാരണം ഞാൻ ഏതാണ്ട് 23 years ബാക്കാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഡിജിറ്റൽ പതിപ്പുകൾ എവിടെയും ഇല്ല. അപ്പൊ ഈ പുതിയ ആളുകളുടെ വിചാരം ഇവൻ എന്തോ പഴയ തരികിടയായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴെപ്പോഴായിട്ട് അതിനുള്ള സാധനങ്ങൾ ഞാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും. എന്റെ അഭ്യാസ പ്രകടനങ്ങൾ എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബ്രെയിൻ വളർന്നില്ല. ബ്രെയിൻ സ്റ്റക്കാണ്. നമുക്കപ്പോ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോടുമായിട്ട് ഷെയർ ചെയ്ത് കുഴിയിൽ നിന്ന് എണീപ്പിക്കാൻ ഒരാൾ വേണ്ടി വരുമായിരിക്കും. എന്റെ ഒരു സാധനം പാളിപ്പോയി, അടുത്തെന്തെങ്കിലും പിടിക്കും. ഞാൻ എന്റെ അഭിനയം നിങ്ങളെ ഏറ്റില്ല. പക്ഷെ വേറെ സാധനം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ വേണ്ട ഈ നടത്തിപ്പുകാരനെ എനിക്ക് ഒരു വിലയില്ല ഇവിടെ. അടുത്ത റൂട്ട് പിടിക്കാം. അപ്പൊ ഓണത്തല്ലിനുള്ളൊരു ഒരു വക നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ കല്യാണത്തിന് മുമ്പാണ് അതാ കല്യാണത്തിന് ശേഷമാണ് ഏറ്റവും ഏറ്റവും നല്ല ഓണം? കല്യാണത്തിന് മുമ്പാണ്. എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ഏറ്റവും നല്ല ഓണം. ഇയാൾക്കോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം തിരുവനന്തപുരത്ത് ഓണമാണ്. നമ്മുടെ അവിടുത്തെ അവിടെയാണ് തിരുവനന്തപുരം തിരുവോണം. ശരിക്കുള്ള തിരു അത് ഓട്ടോ വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. തിരുവനന്തപുരം പൈലാണ് ഈ കിടന്ന് പറഞ്ഞത്. എനിക്ക് ചെളിയാക്കേണ്ടതിനെ. തിരുവനന്തപുരം അപ്പൊ ട്രിവാൻഡ്രത്ത് ഓണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിശാഗന്ധിയിലെയും കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് ഓണത്തിനും അവിടെ പ്രോഗ്രാം കാണാൻ പോകുക. അതായത് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഓരോരോ നമ്മൾ വെന്യൂവിൽ പോയി പ്രോഗ്രാം കാണുക. എല്ലാവരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. അതൊരു ശീലമാണ്. പക്ഷെ കല്യാണം കഴിച്ചത് കോഴിക്കോട് തന്നെയാണ്. അപ്പം ഈ ഓണ സമയമാകുമ്പോൾ
അതാണ് നമ്മൾ ഏത് നാട്ടിൽ പോകണം എന്നുള്ളതാണ് പ്രശ്നം. ട്രിവാൻഡ്രത്ത് മാറിയതുകൊണ്ടാണ്. ഇടയ്ക്ക് ഇപ്പം ഗ്യാപ്പ് എന്ന് നമ്മൾ ആരും പറയില്ല, നമ്മളങ്ങനെ ഗ്യാപ്പില്ല, നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? കരിയറിൽ പല പല സിറ്റുവേഷൻസിൽ വന്നിട്ടുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ സമയത്ത് ഒരു സൈഡായിട്ട് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ജോലി കിട്ടിയപ്പോൾ വിചാരിച്ചു ഓക്കെ ആങ്കറിങ് ഒക്കെ കഴിഞ്ഞു, ഇനി ജോലി ശമ്പളമൊക്കെ ആയിട്ട് പോവാന്ന്. അപ്പോഴത്തേക്കും ബ്രേക്ക് ആയല്ലോ, ഗ്യാപ്പ് എടുത്തു. പൂർവാധിക ശക്തിയോടുകൂടി വീണ്ടും നല്ല അവസരം വന്നു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു കാലം ആക്റ്റീവായിട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ടാറ്റ പറഞ്ഞിട്ടാ പോയത്. ഓക്കെ ഇനി ഉണ്ടാവില്ല എന്ന്. എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നു തുടങ്ങിയത് അതിനുശേഷം. പിന്നെ 7-8 വർഷം കഴിഞ്ഞ് മോനായി കഴിഞ്ഞപ്പം ശരിക്കുള്ള ഒരു ബ്രേക്ക് എടുത്തു. അതൊരു വലിയ ബ്രേക്ക് ആയിരുന്നു. അറ്റ് പ്രസന്റ് കൊറോണ കാരണം ഒരു ബ്രേക്ക് വന്നു. അപ്പൊ ആ സമയത്ത് ആക്ടിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം വീണ്ടും ആങ്കറിങ്ങിന് ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആയി. അപ്പൊ വീണ്ടും ബ്രേക്ക് ആയി. പക്ഷെ അത് നമ്മൾ ഇനി മേക്കപ്പ് ചെയ്യണം. പക്ഷെ കൊറോണ വന്ന സമയത്ത് ലോകം ബ്രേക്ക് ആയപ്പം നമ്മൾ മാത്രം ഈ പറയുന്ന പോലെ സിനിമ ചെയ്ത് നമ്മളൊരു സിനിമ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സിനിമ കൊറോണ നടക്കുന്ന സമയത്ത്, അതായത് കൊറോണയുടെ പീക്ക് ടൈമിൽ ഞങ്ങളൊരു സിനിമ KSFDCയുടെ ഒരു സിനിമ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ചെയ്തായിരുന്നു. കായംകുളം കൊച്ചുണ്ണി ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റാർഡം തന്നൊരു സാധനമല്ല. എപ്പോഴും എനിക്ക് തോന്നുന്നു മണിക്കുട്ടിനെ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് കായംകുളം കൊച്ചുണ്ണി. അത് കഴിഞ്ഞിട്ട് ശരിക്കും സൂര്യ TV ആയിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയറിന്റെ ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഇല്ല, കായംകുളം കൊച്ചുണ്ണി ഇപ്പം നമ്മള് പിള്ളേരെയൊക്കെ കളിക്ക് പറയില്ലേ, എന്തെങ്കിലും മോഷ്ടിക്കാൻ നീ കായംകുളം കൊച്ചുണ്ണി. അതുകൊണ്ടാണ് അത് അങ്ങനെ ഓർത്തിരിക്കുന്നത്. ഇപ്പൊ ആര് ചെയ്താലും ആ ഒരു, പക്ഷെ നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തിന്റെ പേര് നമ്മൾ അറിയപ്പെടുമ്പോ എന്നെ ഇങ്ങനെ ഓണമല്ലേ കുറച്ച് എളിമയൊക്കെ ഇരിക്കട്ടെ, അപ്പൊ അത് ഓർക്കും വലിയ സന്തോഷം. പക്ഷെ അതിനുശേഷം ഒരുപാട് കള്ളന്റെ റോളുകൾ പല ആൾക്കാരും വിളിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്റെ വീടിനടുത്ത് തേങ്ങ മോട്ടിക്കാൻ പോകുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ഒരു വീരപുരുഷമല്ലോ ആയി കഴിഞ്ഞാൽ അയാളുടെ കഥയെ ഞാൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ആ കഥയോട് നിർത്താം, കള്ളൻ എന്നൊരു ബ്രാൻഡ് ആവണ്ട. അങ്ങനെ മാറിയിരുന്നപ്പോഴാണ് സിനിമ. പിന്നെ ബോയ് ഫ്രണ്ട് വന്നു, പല സിനിമകളും ചെയ്തു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രേക്കായി. ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ സിനിമയൊന്ന് മാറി തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് സൂര്യ TV സൂപ്പർ ജോഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇതിൽ ഏറ്റവും വലിയ രസം, എന്നെ വിളിക്കുന്ന പ്രോഗ്രാം ഈ കപ്പിൾ ഷോ ആണ്. അത് കല്യാണം കഴിക്കാത്ത എന്നെ അവിടെ കൊണ്ടിട്ടേക്കാണ് കപ്പിൾ ഷോയിലും. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഒരു 100 എപ്പിസോഡോളം പോയി ആ പ്രോഗ്രാം. അതിനുശേഷം റാണി മഹാറാണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം പിന്നെ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങി. ഞാൻ അന്നാണ് മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹവും, മാമാങ്കം എന്നുള്ള സിനിമ, പിന്നെ തൃശ്ശൂർ പൂരം, ഈ 3 സിനിമ ബാക്ക് ടു ബാക്ക് എനിക്ക് ഒന്നിച്ചു വന്നു. അത് വന്നപ്പോൾ ഞാൻ വീണ്ടും ചാനലിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും സിനിമയിൽ സജീവമായി. പിന്നെ ലോകം കംപ്ലീറ്റ് ബ്രേക്കായ കോവിഡ് വന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന് നമ്മളൊക്കെ ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മണിരത്നം സാറിന്റെ ഞാൻ നവരസ എന്ന് പറഞ്ഞിട്ട് ആന്തോളജി എന്ന സിനിമ, അതില് മണിരത്നം സാറ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രിയദർശൻ സാർ ഡയറക്ട് ചെയ്ത വേണുവെങ്കിലും രമ്യ നമ്പീഷനും യോഗി ബാബു തമിഴിലെ ഫേമസ് ആക്ടർ അദ്ദേഹമൊക്കെ അഭിനയിച്ച ആ സിനിമയിൽ മെയിൻ ക്യാരക്ടർ ഞാൻ ചെയ്തു. ഞാൻ പറയില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എല്ലാ അവസരങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ അറച്ചു നിൽക്കാതെ വരുന്ന അവസരങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചേട്ടാ, ഒരു കാര്യം ചോദിക്കാൻ ചോദിക്കും. ഇതിന്റെ ഇടയിൽ കുറെ പ്രാവശ്യം ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല, അതുകൊണ്ട് ചോദിക്കാം എന്തുകൊണ്ടാ കല്യാണം കഴിക്കാൻ? അതെ, ഞാൻ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കാം. എന്താ അറിഞ്ഞില്ലേ? ഇല്ല, കേരളത്തിലെ 50% ആൺകുട്ടികൾക്ക് കല്യാണം നടക്കുന്നില്ല. അതിന് പെൺകുട്ടികളെ കിട്ടുന്നില്ല. കുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഈ ഷിബില ഈ പറഞ്ഞ പോലെ കുറച്ചുനാൾ സൂര്യയിൽ വർക്ക് ചെയ്തിരുന്നു. ഷിബില നമ്മുടെ അമ്മ ഷോ ഉണ്ട്, സൂര്യ തേജസ്സോടെ അമ്മ എന്ന ഷോയില് ഷിബിലയാണ് ഈ പറയുന്ന പോലെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ അന്ന് ഷിബില പരിപാടിയല്ല. അതല്ലാണ്ട് തന്നെ ഞാൻ സൂര്യ TV ആയിട്ട് പിന്നെ എനിക്ക് ഉണ്ടായ അസോസിയേഷൻ എന്ന് വെച്ചാൽ മൂവി പ്രൊമോഷണൽ ഇന്റർവ്യൂസ് നമ്മൾ കുറെ ചെയ്യായിരുന്നു. മൂവി റിലീസ് ആവുന്ന സമയത്ത് നമ്മള് അപ്പൊ അത് ഭയങ്കര കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് കക്ഷി അമ്മിണിപ്പിള്ള ഞാൻ കമ്മിറ്റ് ചെയ്ത ശേഷം ഞാൻ ആസിക്കാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തില്ല. കുട്ടിയാണെന്ന് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞു പോയതുകൊണ്ട്. പിന്നെ അല്ലാതെ ഞാൻ നമ്മുടെ ഈ എന്താ പറയാ ബിഗ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൂവി കക്ഷി അമ്മിണിപ്പിള്ള അല്ല, സിനിമ കമ്പനി എന്ന് പറഞ്ഞ സിനിമയാണ്, മമ്മാസിന്റെ അതാണ് ഫസ്റ്റ് മൂവി. എല്ലാരും കാത്തിരിക്കുന്ന രഞ്ജിത്തേട്ടന്റെ ഈ ഊരാ കൊടുക്കുന്ന ഒരു വലിയ ഫാൻ ഫോളോ ഞാൻ കണ്ടോണ്ടിരുന്ന ഒരു പ്രോഗ്രാം. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ നമ്മൾ ഇടയ്ക്കൊന്ന് മിസ്സായി. അല്ല ഇത് വേറെ അല്ല, നമ്മൾ ഒരുമിച്ച് നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. ഏതാ കൊച്ചുണ്ണി ചെയ്തപ്പോഴത്തേന് അന്ന് ഇദ്ദേഹം കൊച്ചുണ്ണിയായിരുന്നു. എന്നെ എന്റെ വൈഫിന് ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഞാൻ പിന്നെ നമ്മുടെ IS ജയകുമാർ സാറിന്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, വംശം എന്ന് പറയുന്ന സീരിയൽ. അത് വെട്ടുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്തൊരു എന്നെ ആർക്കും ഇഷ്ടമല്ല. ആ സമയത്താണ് എന്റെ പ്രപ്പോസൽ വന്നത്. അപ്പോൾ വൈഫ് പറഞ്ഞ്
വേണ്ട വേണ്ട ശരിയാവില്ല. വേണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടത്തല്ലും സംഭവമൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ടേ ഇപ്പൊ ഞാനൊരു തട്ടുകട ഇട്ടു ജീവിക്കാൻ വേണ്ടി. എനിക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു. എവിടെ എവിടെ? എന്റെ നാട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാന് അന്വേഷണം എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. ആ പത്രത്തില് സുൽഫിക്കർ സുബൈറാണ് അതിന്റെ ആള്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ഫർണിച്ചർ അവിടെയും ഇവിടെയും ആയിട്ട് ഇങ്ങനെ സംഭവം ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇപ്പം ബാബു താണിക്കുളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 2 സീരിയല് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ 2-3 പിന്നെ ഈ ഓണത്തിന്റെ സംഭവമായിട്ട് 2-3 ഞാൻ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. ഞാൻ തന്നെ സ്ക്രിപ്റ്റും സംഭവം എല്ലാം എഴുതി. എനിക്ക് ഈ തമാശയും സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തമാശ എഴുതാൻ വേണ്ടിയിട്ട് കൂടെ ഇരിക്കുന്ന എൻ്റെ വൈഫാണ്. കറക്റ്റ് നല്ല ചിരിച്ച് ചൂപ്പാട് വന്ന് കരഞ്ഞു പോകും. അപ്പോൾ എൻ്റെ മകൻ ഇപ്പം BA ഫൈനൽ ഇയറാണ്. അവൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. അവനിപ്പം അത് കഴിഞ്ഞിറങ്ങും. അവൻ 2-3 സിനിമ ചെയ്തു. അതിനകത്തൊരു വില്ലൻ വേഷം ഏതോ ഒരു പടത്തിനകത്ത് വില്ലൻ വേഷം ചെയ്തു. എൻ്റെ ഒരു അതെ, പണ്ട് ഇവര് പറയുന്ന പോലെ നമ്മൾ എല്ലാ ഓണം അടിപൊളിയായാൽ നമുക്ക് അതിന്റെ സവിശേഷത മനസ്സിലാവില്ല. ഇടയ്ക്ക് ചെറിയ കഷ്ടപ്പാട് വരുമ്പോഴത്തേനെ നമുക്ക് ഇതാവുള്ളൂ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അവർ ഭയങ്കരമായിട്ട് ആഘോഷം. നമ്മുടെ ബോഡി വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇവിടെ നിന്നൊരു ഹാപ്പി ഓണം പറഞ്ഞിട്ടേ അവരെടുത്ത് പറയാനാ ഇവിടെ പറഞ്ഞിട്ടങ്ങ് പോ. അല്ല ഇവിടെ പറഞ്ഞിട്ടേ എന്റെ വീട്ടിൽ കയറി പോകുന്നതാണ്. അവളുടെ കയറിട്ട് തരും. അപ്പൊ അതിനെ തൂങ്ങിയാണ് ഞാൻ വീട്ടിലോട്ട് കയറി പോകുന്നത്. കാട്ടിനിടയിലാണ് വീട്. ഞങ്ങൾക്ക് നമുക്ക് തൂങ്ങിപ്പോ ഇവിടെ തൂങ്ങാം.